Did you know me? No? Okay, I will introduce myself. I'm സെറാസന. ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. ഞാനൊരു പുതിയ ചാനൽ അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ അതിൽ ഒരു കുട്ടി ട്രാവൽ വ്ലോഗ് ചെയ്താലോ എന്ന് കരുതി. Then, here we go. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ദുബായിൽ വൺ ഡേ ഔട്ടിങ് പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അവിടുത്തെ ചില വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത്. മേലിൽ നിന്ന് ചൂസ് ചെയ്ത പ്ലേസ് എന്ന് പറയുന്നത് ഇബ്നു ബത്തൂത്ത മോളായിരുന്നു. മോൾ ചൂസ് ചെയ്യാനുള്ള കാരണം പുറത്ത് നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഈ മോളിലായിരുന്നു. ഈ ഒരു മോൾ എന്ന് പറയണമെങ്കിൽ മറ്റു മോളുകളെ അപേക്ഷിച്ച് വളരെ ഡിഫറെൻ്റ് ആണ്. എല്ലാത്തിലും അവർ ഒരു യുണീക്നെസ് ഫീല് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഫീല് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. മാർബിളുകൾ കൊണ്ടാണ് ചുമരുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം മാത്രമല്ല, മാളിൻ്റെ എല്ലാ ഭാഗങ്ങളും ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. Your beauty, I like your fashion. तुझ्यावर थांबून माझी नजर एक नंबर तुझी कंबर हाय चाल शेकी शेकी हाय किती सुंदर तुझं डिंपल जे पाहिजे ते പിന്നെ ഈ മോളിൽ ഡിഫറെൻറ്റ് കൺട്രികളുടെ കൾച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ചൈന കോട്ട് എന്ന് പറയുന്നത്. അതിലൊരു വലിയൊരു കപ്പലിൻ്റെ സിമ്പലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഉള്ളൊരു കൺട്രിയുടെ കോട്ടായിരുന്നു ഇന്തോനേഷ്യയുടെ. അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിമ്പൽ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഈജിപ്തിനെ ബേസ് ചെയ്തിട്ട്, ദെൻ അതുപോലെ തന്നെ പേർഷ്യനെ ബേസ് ചെയ്തിട്ട് അവിടെ കാണാനായിട്ട് ഒരു നൈറ്റ് വൈബായിരുന്നു ഉണ്ടായിരുന്നു. കുറേ ഷോപ്പുകളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ദെൻ ഒരു മ്യൂസിയം ലൈക്കും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പ്രതിമകളും ഹിസ്റ്റോറിക്കൽ ബേസ്ഡ് ആണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഞങ്ങളുടെ മെയിൻ സെക്ഷൻ ഫുഡ്. അത് മസ്റ്റാണല്ലോ എന്തായാലും. ദെൻ നെക്സ്റ്റ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ദുബായ് എക്സ്പോ ആയിരുന്നു. ഈ ഒരു എക്സ്പോയിൽ ഞങ്ങൾ പോകുന്നൊരു വൈകുന്നേരം ടൈമാണ്. പക്ഷെ നല്ല ചൂട് അപ്പോഴും ഉണ്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം കറക്കൊക്കെ കറങ്ങി. ഈ ഒരു എക്സ്പോ ലാസ്റ്റ് 2020 ആയിരുന്നു. ബട്ട് കോവിഡ് മൂലം 2021 നടന്നത്. ഇവിടെ മെയിനായിട്ട് ഡിഫറെൻറ്റ് കൺട്രികളുടെ പവലിയനായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക്സിലാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. എല്ലാം ഒരു വൗ ഫാക്ടേഴ്സ് തന്നെയായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അതൊക്കെ ചുറ്റിക്കണ്ടു. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടി ട്രാവൽ വ്ലോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.